പോകുന്ന വഴിയിലേ ദേ നിക്കുന്നു നമ്മുടെ കഥാനായകൻ. ഉള്ളത് പറയാലോ, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. കേട്ടാ നെഞ്ചൊക്കെ പടപടാന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം പയ്യെ പയ്യെ ഞാനും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് ലച്ചു ചേച്ചിയുടെ പഴയ കഥയിലെ നായകൻ ആ പൊടിമീശക്കാരൻ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.